ഒന്ന് നിങ്ങൾ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി നോക്കിയാൽ അതിൻ്റെ പകർപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിൻ്റെ 1-ാം പേജിലുള്ള ചിത്രം നിങ്ങൾക്കറിയാം, അശോകസ്തംഭമാണ്. അത് ഇന്ത്യയിലെ മറ്റൊരു ചിത്രമല്ല, അശോകസ്തംഭമാണ്. നമ്മുടെ ഭരണഘടനയുടെ 1-ാം പേജിലും അതെ. അതുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ ചിഹ്നമായി നമ്മൾ എടുത്തിട്ടുള്ളത് അശോകസ്തംഭമാണ്, അശോകൻ്റെ ധർമ്മസിംഹങ്ങളാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാകയിലുള്ളത് നമ്മുടെ ധർമ്മചക്രം എന്ന് പറയുന്ന ഒന്നാണ്, അശോകൻ്റെ ആരക്കാലികളാണ്. ഇത് ഒട്ടും യാദൃച്ഛികമല്ല. ആധുനിക ഇന്ത്യയെ ബ്രാഹ്മണികമായൊരു പാരമ്പര്യത്തിൽ നിന്ന് ബൗദ്ധമായൊരു പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള, അതായത് ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനം ഏതാണ്? ഇപ്പോൾ വലിയ തോതിൽ വരുന്നത് ഇത് യൂറോപ്പിൽ നിന്ന് കടമെടുത്താണ്, നെഹ്റു കുത്തിക്കയറ്റിയതാണെന്നാണല്ലോ. അപ്പോൾ ഇവരെല്ലാം പറയുന്നൊരു വാദം, അശോകൻ്റെ ധർമ്മശാസനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, റോക്ക് എഡിക്റ്റ്, മൈനർ എഡിക്റ്റും മേജർ എഡിക്റ്റും ഉണ്ടല്ലോ. അതിൽ 12-ാം നമ്പർ ശാസനത്തിലാണ് തൻ്റെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഏതു മതം പരിപാലിച്ചാലും പരിശീലിച്ചാലും മറ്റു മതങ്ങളോട് സഹിഷ്ണുതാപൂർവമായിരിക്കണം എന്ന നിർദ്ദേശം. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മറ്റു മതങ്ങളോട് സഹിഷ്ണുതാപൂർവമായിരിക്കണമെന്നും ഏതു മതതത്വവും ഒരുപോലെ വാലിഡ് ആയിരിക്കും ആണ് എന്നുമുള്ള ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഡിക്ലറേഷൻ അശോകൻ്റെതാണ്. നമ്മൾ ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു സംസ്കാരത്തിൽ നിങ്ങൾക്ക് അശോകൻ്റെ കാലത്തിന് സമാനമായൊരു സന്ദർഭത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യാർത്ഥമുണ്ടെന്നും എല്ലാ മതങ്ങളും ഒരു മൂല്യത്തെ ഉയർത്തുന്നുണ്ടെന്നുമുള്ള വിശദീകരണം അതേപടി കാണാൻ പറ്റില്ല. അശോകൻ്റെ 12-ാം നമ്പർ ശാസനത്തിൽ അതുണ്ട്. അതുമുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഒരു സമാന്തരധാര, ബുദ്ധനിലുള്ള സമാന്തരധാര, പിന്നീട് മധ്യകാല ഭക്തി കവികളിൽ, സൂഫിസത്തിൽ, ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ, രമണ മഹർഷിയിൽ, നാരായണ ഗുരുവിൽ, ഒരളവ് വരെ ഗാന്ധിയിൽ ഒക്കെ തുടരുന്നൊരു സമാന്തരധാരയുണ്ട്. ആ സമാന്തരധാരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊട്ടും മാസ്കുലിൻ അല്ല, മാസ്കുലിൻ ഹീറോയിസത്തിനെതിരാണ്. ബലിഷ്ഠ പൗരുഷത്തിൻ്റെ ഒരു ദേശീയതയല്ല, ബലിഷ്ഠ പൗരുഷത്തിൻ്റെ പാരമ്പര്യമല്ല. ഈ ബലിഷ്ഠ പൗരുഷമാണ് അടുത്ത ദിവസങ്ങളിൽ ചെതറിപ്പൊളിഞ്ഞു പോയത്. ബലിഷ്ഠ പൗരുഷത്തിൻ്റെ ഒരു പാരമ്പര്യമല്ല, മറിച്ച് ബുദ്ധനിൽ നിന്ന് തുടങ്ങുന്നു. എന്താണ്? കരുണ, അഹിംസയും കരുണയും. ഈ അഹിംസയും കരുണയും രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രയാസമാണ് കേട്ടോ, കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ മകളൊരു വലിയ ഹിസ്റ്റോറിയൻ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പ്രൊഫസർ ഉപീന്ദർ സിംഗ്. ഉപീന്ദർ സിംഗ് ആ സമീപകാലത്തൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് വയലൻസ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നാണ്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധി പറഞ്ഞുണ്ടാക്കിയ ഇന്ത്യ ഒന്നുമല്ല. കൊടിയ യുദ്ധങ്ങൾ, കൂട്ടക്കൊലകൾ, രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഇന്ത്യയെ തള്ളി മാറ്റിയിട്ട് ബൗദ്ധമായ, അഹിംസാത്മകമായ, കാരുണ്യപൂർണമായ ഒരു പാരമ്പര്യമെന്ന സങ്കല്പത്തെ അശോകനിലൂടെ കണ്ടെടുക്കുകയും ആ അശോകനെ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ഫൗണ്ടേഷണൽ സ്റ്റോണായി കാണുകയും അവിടെ നിന്ന് ഒട്ടും മാസ്കുലിൻ അല്ലാത്ത വളരെ ഫ്ലൂയിഡായിട്ടുള്ള, ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ട്രഡീഷൻ ഇന്ത്യക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയും ആ ട്രഡീഷനെ ഭരണഘടനയിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ദേശീയ ചിഹ്നം അശോകസ്തംഭാവുന്നത്. അതുപോലെ അശോകൻ്റെ ധർമ്മസിംഹങ്ങൾ, ഇപ്പം ആ സിംഹത്തിൻ്റെ രൂപമൊക്കെ മാറി. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുകളിൽ പോയ അലറുന്ന സിംഹമാണ്, മറ്റത് വളരെ ശാന്തസിംഹങ്ങളായിരുന്നു. ശമം, വള്ളത്തോൾ ആ സിംഹത്തെക്കുറിച്ച് 2 വരി കവിത എഴുതിയിരുന്നു, നിങ്ങളാരും ഓർക്കണ്ടാവില്ല. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ശമം ശീലിച്ച, ശാന്തത ശീലിച്ച, അല്ലാതെ ഹിംസയല്ല, അക്രമമല്ല, ധർമ്മം ഉദ്ഘോഷിക്കുന്ന, സത്യം, ധർമ്മം, അഹിംസ, അസ്തേയം, കരുണ എന്നിങ്ങനെ ബൗദ്ധമായ മൂല്യങ്ങളെ നാലുപാടേക്കും ഉദ്ഘോഷിക്കുന്ന ധർമ്മസിംഹങ്ങളാണ്, രൗദ്രസിംഹങ്ങളല്ല. അങ്ങനെ അശോകൻ്റെ ഒരു പാരമ്പര്യത്തെ അല്ലെങ്കിൽ ബൗദ്ധമായൊരു ധാരയെ ഗാന്ധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഗാന്ധി വഴി ഇന്ത്യയുടെ മറ്റൊരു ബദൽ പാരമ്പര്യം, ലളിതമായിട്ട് പറഞ്ഞാൽ ബ്രാഹ്മണികമായ ഒരു പാരമ്പര്യത്തിന് പകരം ബൗദ്ധമായൊരു പാരമ്പര്യം നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്.